കഠിനാധ്വാനത്തിലൂടെ കൃഷിയും മൃഗപരിപാലനവുമൊക്കെ ലാഭകരമാക്കാം. ഇത് കണ്ണൂർ ജില്ലയിലെ കേളോത്ത് നാണുവിൻ്റെ അനുഭവ പാഠം. ഏറ്റവും മികച്ച കോഴി വളർത്തൽ കർഷകന് സർക്കാർ നൽകുന്ന അവാർഡ് നേടിയ കണ്ണൂർ ജില്ലയിലെ ഇരുവേരിയിലെ RV മെട്ടയിൽ കോഴി വളർത്തൽ ഫാം നടത്തുന്ന നാണുവിൻ്റെ അനുഭവ പാഠമാണ് ഈ പറഞ്ഞത്. ഏകദേശം 25 കോഴികൾ കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്ന ശ്രീ നാണു ഇന്ന് ഏകദേശം 4 ഷെഡുകളിലായി 10,000-ലധികം കോഴികളെ അദ്ദേഹം വളർത്തി വരുമാനമുണ്ടാക്കുന്നു. തുടക്കത്തിലായിരുന്നു ഇറച്ചിക്കോഴി വളർത്തലിലേക്ക് നാണു ഇറങ്ങിയത്. ഫാമിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാന്യമായ ജീവിതം കെട്ടിപ്പടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഈ കർഷകൻ. ഇറച്ചിക്കോഴിയെ വളർത്തുക എന്നത് അന്ന് ഒരു സാഹസമായിരുന്നു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ പൗൾട്രി ഫാമിൽ നിന്ന് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കൃത്യമായി അതിനു കൊടുക്കേണ്ട മരുന്നും തീറ്റയും നൽകി ഇവയെ 6 ആഴ്ച കൊണ്ട് വിൽപ്പനയ്ക്ക് തയ്യാറാക്കും. 1.25 കിലോയിലധികം തൂക്കം ഇവയ്ക്കുണ്ടാകും. നാടൻ ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. തുടക്കത്തിൽ കോഴിയെ തലയിലേറ്റി കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുൻകൂട്ടി ഓർഡർ ഏൽപ്പിച്ച് മിക്കവരും ഇവിടെ വന്ന് കൊണ്ടുപോകുകയാണ് പതിവ്. ഒരു ദിവസം പ്രായത്തെ കോഴിക്കുഞ്ഞ് വണ്ടിയിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന വാർഡന് പിന്നെ ഗ്ലൂക്കോസ് കലക്കിയിട്ട് ഇതിന് കൊടുക്കും. അപ്പോഴത്തേക്കിന് കടലാസ് വരിച്ചിട്ട് ആ കടലാസിൽ കോഴിക്കുഞ്ഞിനെ ഇറക്കും. കോഴിക്കുഞ്ഞിനെ ഇറക്കി കഴിഞ്ഞ് ഗ്ലൂക്കോസ് ഒരു ദിവസം മാത്രം കൊടുത്ത് പിന്നെ അതിനുശേഷം ഫീഡ് കൊടുത്ത് അങ്ങനെ ഏകദേശം 45 ദിവസം ഇതിനെ വളർത്തിക്കഴിഞ്ഞിട്ട് അവൻ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ 45 ദിവസത്തിനിടയ്ക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം വാക്സിനേഷൻ, പിന്നെ 7ാമത്തെ ദിവസം ലസോട്ട, 14ാമത്തെ ദിവസം IVD, 21ാമത്തെ ദിവസം IVD, അങ്ങനെ പിന്നെ വേണ്ടിക്കിൽ ലസോട്ട ഒരു 32ാമത്തെ ദിവസം വേണ്ടിക്കിൽ അത് പിന്നെ അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കുന്നത്. കാരണം ഫാമിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ 32ാമത്തെ ദിവസം കൂടി ഒരു IVDയും ഒരു ലസോട്ടയും കൂടി കൊടുക്കുക. വളരെ നല്ല രീതിയിൽ ഫാം നോക്കുകയും നല്ല ശുദ്ധീകരിച്ച് നല്ല വൃത്തിയുള്ള ഫാമിൽ മാത്രമേ രോഗം വരാതിരിക്കൂ, അല്ലെങ്കിൽ രോഗം വന്ന് കണ്ടമാനം ചത്തുപോകും. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ സ്വയം ചികിത്സിക്കാൻ നിൽക്കാറ്. ഒരു വെറ്റിനറി ഡോക്ടർ സഹായത്തോടു കൂടി മാത്രമേ രോഗത്തെ കണ്ടെത്തി അതിന് ചികിത്സ നടത്താൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ കോഴി ചാവുകയെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ രോഗനിർണയം നടത്തിയതിന് ശേഷം മരുന്ന് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. കോഴി വളർത്തൽ അത്ര എളുപ്പമായിരുന്നില്ല. കോഴിക്കൃഷി വ്യാപിപ്പിക്കാൻ നല്ല മുതൽ മുടക്കും പരിചയക്കുറവും നാണുവിനെ അലട്ടിയിരുന്നു. എന്നാൽ മുണ്ടയാട്ടെ കോഴി വളർത്തൽ പരിശീലന കേന്ദ്രത്തിലെ സ്ഥിരം ക്ലാസുകളും ബോധവൽക്കരണവും കോഴിക്കൂട് ഒരുക്കുന്നതിലും വളർത്തുന്നതിലും പരിചരണത്തിലും തീറ്റ നൽകുന്നതിലും നാണുവിന് കൃത്യമായ അറിവ് ലഭിച്ചു. നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ട്രെയിനിങ് സെൻറ്റർ ട്രെയിനിങ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു 3 മാസം കൂടുമ്പം ബ്രോയിലർ പിന്നെ കോഴീൻ്റെ ക്ലാസ് പിന്നെ ഇത് പൈസയൊന്നുമില്ലാത്ത പിന്നെ ഇത് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമേ ബ്രോയിലർ കോഴി വളർത്താൻ വേണ്ടിയിട്ട് കർഷകർ തയ്യാറാവൂ. വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധിയുള്ള വെള്ളം മാത്രമേ കോഴിക്ക് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളപ്പാത്രം എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 ദിവസം വരെ നിലത്ത് വെക്കുന്ന വെള്ളപ്പാത്രമായിരിക്കും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മളെല്ലാം ഫാമിലുള്ളത്. ഡിങ്കർ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ കഴുകുകയും അതുപോലെ തന്നെ ഫീഡർ എന്ന് പറഞ്ഞാൽ പിന്നെ പൂപ്പൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന രീതിയാകുമ്പം ഒരു നല്ല രീതിയിലുള്ള ഒരു പിന്നെ ഫാമാക്കി മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇറച്ചിക്കോഴിയെ വളർത്തുന്നതിനോടൊപ്പം തന്നെ മുട്ടക്കോഴികളെയും വളർത്തി തുടങ്ങി. ഇറച്ചിക്കോഴിക്കും മുട്ടയ്ക്കും ആവശ്യക്കാർ ഏറിയതോടൊപ്പം തന്നെ ചെടികൾക്കും മറ്റും നല്ല വളമായി ഉപയോഗിക്കാവുന്ന ഫാമിലെ കോഴിക്കാഷ്ടത്തിനും ആവശ്യക്കാർ ഏറെയായി. കേരളത്തിൽ തന്നെ ആദ്യമായി കോഴി വളം ഉപയോഗിച്ച് ബയോഗ്യാസ് പ്ലാന്റ് നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ്. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായവും ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി നടത്തുന്ന ഇദ്ദേഹം പ്രകൃതിക്കും അയൽവക്കത്തുള്ളവർക്കും യാതൊരുവിധ ഇദ്ദേഹത്തിൻ്റെ കൃഷിയോ
ഇദ്ദേഹത്തിൻ്റെ ഈ ഫാമിൻ്റെ പ്രവർത്തനങ്ങളോ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ തീർത്തും പ്രകൃതി സൗഹൃദമായ ഒരു കൃഷിരീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. കേളോത്ത് ഫാമിൽ നിന്നും കോഴിയെ വാങ്ങുന്നവർക്കായി ഇപ്പോൾ കോഴിക്കൂടും നൽകി വരുന്നു. 12 കോഴികളെ വളർത്താൻ പറ്റുന്ന കൂടൊന്നിന് 2650 രൂപ നിരക്കിലാണ് നൽകുന്നത്. 3 പതിറ്റാണ്ടിന്റെ കോഴി വളർത്തലിൽ കഠിന പ്രയത്നത്തിന് ലഭിച്ച അംഗീകാരമായി മികച്ച കോഴി കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ 2005 അവാർഡ് കേളോത്ത് നാണുവിനും 2011 മികച്ച കോഴി വളർത്തൽ കേന്ദ്രത്തിനുള്ള അവാർഡ് കേളോത്ത് ഫാമിനും ലഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫാമും അവിടുത്തെ സേവനങ്ങളും വിലയിരുത്താനും അതുപോലെ കണ്ടും മനസ്സിലാക്കാനും അദ്ദേഹം നടത്തുന്ന സേവനങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇദ്ദേഹം സദാ സന്നദ്ധനുമാണ്. ഇടത്തരം കർഷകരുടെ സാമ്പത്തിക പരിമിതികൾക്ക് അനുയോജ്യമായതുകൊണ്ടും വൈവിധ്യമാർന്ന പരിതസ്ഥിതികളോട് വേഗം ഇണങ്ങിച്ചേരാനുള്ള കഴിവുള്ളതുകൊണ്ടും സ്വർണം പോലെ എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാവുന്ന സ്വത്ത് എന്നതുകൊണ്ടും ആടുവളർത്തലിലും നാണു കേളോത്ത് ശ്രദ്ധ തിരിച്ചു. ഇറച്ചിക്കായി വളർത്താൻ അനുയോജ്യമായതും പെട്ടെന്ന് തൂക്കം വയ്ക്കുവാനുള്ള കഴിവും പ്രത്യുൽപാദനക്ഷമതയും പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലുള്ള ആടുകളെയാണ് വളർത്താറുള്ളത്. ഇത് ബ്രോയറും മലബാറിയും കൂടി ക്രോസ് ചെയ്ത ആടാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഉണക്ക് ഇല ഇത് ഭക്ഷിക്കും. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പാല് എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ പ്രസവത്തിൽ പാല് കുറവാകും. രണ്ടാമത്തെ പ്രസവത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം രാവിലെ കുട്ടികൾ 2-3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളും കഴിച്ചിട്ട് 1.5 ലിറ്റർ പാല് കറന്നെടുക്കാൻ പറ്റുന്നതാണ് ഈ വെറൈറ്റി. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇത് കാള പിടിക്കാവുന്ന 6 മാസം കൊണ്ട് തന്നെ ഇതിന് ബീജസങ്കലനം കാള കുട്ടനാടിനെ വിട്ട് കാള പിടിപ്പിക്കാൻ കഴിയും. കൃഷിക്കാരന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരാടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശക്തി, ഞാൻ നേരത്തെ പറഞ്ഞ രോഗപ്രതിരോധ ശക്തി കൂടുതലും പിന്നെ നമ്മളെ കാലാവസ്ഥ ഇണങ്ങിച്ചേരുന്ന ഒരു വെറൈറ്റി എന്നുള്ള നിലക്കാണ് ഈ ആടിനെ പറ്റി പറയാനുള്ളത്. കോഴി വളർത്തലിനും ആടുവളർത്തലിനുമൊപ്പം പശു വളർത്തലിലും നാണു കേളോത്ത് സജീവമായി. നന്ദിനി, ജേഴ്സി എന്നീ ഇനങ്ങളാണ് വളർത്താറുള്ളത്. വെളുപ്പിന് തുടങ്ങുന്ന ജോലി പാതിര വരെ നീണ്ടുപോകും. കൂലി കൊടുത്ത് തമിഴനെ കൊണ്ടും ബംഗാളിയെ കൊണ്ടും തന്റെ സ്വന്തം മണ്ണിൽ വേലയെടുപ്പിക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് പശുവിന്റെയും ആടിന്റെയുമൊക്കെ കറവക്കാരൻ നാണു തന്നെയാണ്. സഹായിക്കാൻ ഭാര്യ പുഷ്പവല്ലിയും മകൻ ഷിജുവും കൂടെയുണ്ട്. ഇറച്ചിക്ക് വേണ്ടിയുള്ള ബ്രോയിലർ താറാവും ബ്രോയിലർ വാത്തയുമാണ് നാണുവിന്റെ പറമ്പിലെ മറ്റ് അംഗങ്ങൾ. കോഴിയും ആടും പശുവും താറാവും വാത്തയുമൊക്കെയുള്ള ഈ തോട്ടത്തിൽ കമ്പിവേലി കെട്ടിയ ഒരു പ്രദേശത്ത് തുറന്നുവിട്ട് വളർത്തുന്ന 2 എമു പക്ഷികളുമുണ്ട്. സ്വന്തം പുരയിടത്തിലെ പച്ചിലകളും കീടങ്ങളും ഇലകളുമാണ് ഇവയുടെ പ്രകൃതിദത്തമായ ആഹാരം. 16 വർഷത്തിലധികം മുട്ടയിടാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. കാർഷിക മേഖലയിലും അതുപോലെ മൃഗസംരക്ഷണ മേഖലയിലും അദ്ദേഹം ചെമ്പിലോട് പഞ്ചായത്തിന് മാതൃകയാണ്. അത് മറ്റ് പഞ്ചായത്തുകളിലെ കൃഷിക്കാർക്കും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അത്രമാത്രം കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് കേളോത്ത് നാണുവേട്ടനെ മറ്റു വ്യക്തികളിൽ നിന്നും ഒരു വ്യത്യസ്തനാണ് എന്ന് തന്നെ ഈ കാര്യങ്ങൾ പറയാവുന്നതാണ്. പശുവിനാവശ്യമായ തീറ്റപ്പുല്ലും കൃഷി ചെയ്തു വരുന്നു. CO3 ഇനത്തിൽപ്പെട്ട പുല്ലുകൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതും അത്യുൽപാദന ശേഷിയോടുകൂടി വളരെ ഉയരത്തിൽ വളരുന്നതും കാലികൾക്ക് ഏറെ പ്രിയങ്കരവുമാണ്. ഓരോ വിളവെടുപ്പിന് ശേഷവും ചാണകം മേൽവളമായി നൽകി ജലസേചന സൗകര്യം ഏർപ്പെടുത്തി വർഷം മുഴുവൻ വിളവെടുക്കാറുണ്ട്. ആടിനും താറാവിനും വാത്തയ്ക്കുമൊക്കെ തീറ്റയ്ക്കായി ശുദ്ധജലത്തിൽ വളരുന്ന പായൽ വർഗത്തിൽപ്പെട്ട ചെറുസസ്യമായ അസോളയും ഈ പുരയിടത്തിലുണ്ട്. 9x6 അടി വലിപ്പത്തിൽ ചുടുകട്ടകൾ കൊണ്ട് വരമ്പുകൾ തീർത്ത ശേഷം സിൽപൊളിൻ ഷീറ്റ് കവർ ചെയ്ത് ഇതിൽ 20 മുതൽ 25 കിലോഗ്രാം വളക്കൂറുള്ള മേൽമണ്ണ് നിരത്തുക. ഇതിൽ 5 മുതൽ 6 ലിറ്റർ വെള്ളത്തിൽ 5 മുതൽ 6 കിലോഗ്രാം ചാണകം, 40 മുതൽ 50 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 10 മുതൽ 50 ഗ്രാം അസോഫേർട്ട് എന്നിവ കലക്കി ഒഴിച്ചു കൊടുക്കണം. ഏറ്റവും കുറഞ്ഞത് 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്തണം. അടുത്ത ദിവസം തന്നെ
1-2 പിടി അസോള ഇതിൽ വിതറിക്കൊടുക്കുക. 2 ആഴ്ചയ്ക്കകം ഉപരിതലം മുഴുവൻ അസോള നിറയുന്നതും പ്രതിദിനം 500 മുതൽ 600 ഗ്രാം അസോള വാരിയെടുക്കാവുന്നതുമാണ്. ഇത് 2006 പിരിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പോയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടതാണ്. ഒരു 200 ഗ്രാം അന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒരു 8 മീറ്റർ വീതിയും പിന്നെ 7 മീറ്റർ നീട്ടമുള്ള ഒരു പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്. ആ ഷീറ്റിൻ്റെ അകത്ത് സൈഡിൽ കല്ലുകൊണ്ട് കവർ ചെയ്ത് അടിയിൽ സിമെൻറ്റ് ചെയ്ത് അതിൻ്റെ മേലെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ അസോള ഇട്ടത്. അസോള ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ മണ്ണ് അരിച്ചെടുത്തിട്ട് ആ മണ്ണിൻ്റെ പൊടിയും പിന്നെ ജൈവവളം എന്നുള്ളതിനൊക്കെ ചാണകപ്പൊടിയും കോഴിവളവും കൂടി മിക്സ് ചെയ്തിട്ട് ആ പിന്നെ ഷീറ്റിലിടുക. ആ ഷീറ്റിൻ്റെ മേലെ വെള്ളം ഒരു 2 ഇഞ്ച് വെള്ളം പിന്നെ ഒഴിച്ചിട്ട് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ അസോള വിത്ത് ഇടുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 30 ദിവസം 35 ദിവസം ആകുമ്പോഴത്തേക്ക് അസോള റെഡിയാവും. അസോള അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് കാലിത്തീറ്റയായിട്ട് കൊടുക്കും, കോഴിക്ക് കൊടുക്കും, താറാവിന് കൊടുക്കും, ആട്ടിന് കൊടുക്കും. പിന്നെ മനുഷ്യന് തന്നെ അത് വറുത്ത് തിന്ന. പക്ഷേ നമ്മളൊന്നും ഇതുവരെ വറുത്ത് തിന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വറുത്ത് തിന്നാന്നാണ് ഇതിൻ്റെ വിദഗ്ധന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പം വറുത്ത് തിന്നിട്ടൊന്നുമില്ല. അങ്ങനെ അത് വളരെയധികം വൈറ്റമിൻസുള്ളൊരു സാധനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിനെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോ വെച്ച് കൊടുക്കുകയെങ്കിൽ നമ്മൾ ഒരു 1/2-3/4 കിലോളം പുണ്ണാക്ക് ലാഭിക്കാൻ കഴിയും. അത്രയും പിന്നെ പുണ്ണാക്ക് മാത്രമല്ല ഫീഡും. കാരണം എന്ന് പറഞ്ഞാൽ 1 കിലോ നമ്മൾ പിന്നെ 2 നേരമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ഒരു 1.5 കിലോളം ഫീഡ് നമുക്ക് പിന്നെ കുറക്കാൻ പറ്റുന്നൊരു ഇത്രയും വൈറ്റമിൻസ് ഉള്ള ഒരു സാധനമാണ് അസോള. ഭക്ഷ്യസുരക്ഷയ്ക്കായി നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളം ആളുകളെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെയും വിജയകഥകളിൽ ആകർഷകരായും ധാരാളം ആളുകൾ നമ്മുടെ കൃഷി മൃഗസംരക്ഷണ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ അനുഭവപാഠം തീർച്ചയായും മാതൃകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കീടനാശിനി കലർന്ന ഭക്ഷ്യവസ്തുക്കളെ ആശ്രയിക്കാതെ സ്വന്തമായി കൃഷി ചെയ്ത് ഗുണമേന്മയുള്ള പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം ശീലമാക്കിയ നാണു മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. ഞാൻ ഇപ്പോൾ 50 സെൻറ്റ് സ്ഥലത്ത് വാഴ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ നേന്ത്രവാഴ, അതുപോലെ തന്നെ റോബസ്റ്റ്, പിന്നെ നാടൻ ഇനങ്ങൾ, ഇങ്ങനെയുള്ള ഇതാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു 6-8 മാസം പിന്നെ പ്രായമാകുമ്പോൾ കൊല വെട്ടും. പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ എൻ്റെ അടുക്ക മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. ആ മണ്ണിര കമ്പോസ്റ്റും കോഴിവളവും ചാണകവളവും മാത്രമല്ലാതെ വേറെ രാസവളം ഒന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ളതാണ് കൊല എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിമാൻഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് ഇടുന്ന വീട്ടിൽ നിന്ന് തന്നെ കൊല വാങ്ങിക്കൊണ്ടുവന്നൊരവസ്ഥയാണ്. നേരത്തെ ബുക്ക് ചെയ്യലുണ്ട്. കാരണം എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. കാരണം രാസവളമൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണത്. അപ്പോൾ ഇത്രയും കൊലകളൊക്കെ ഞാൻ ഇടുന്ന നാട്ടിൽ തന്നെ ആൾക്കാർ വന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ ഇടവളിയായിട്ട് ചേന, ചേമ്പ് അതുപോലെയുള്ള പിന്നെ കൃഷി ചെയ്യലുണ്ട്. പിന്നെ വാഴയുടെ പിന്നെ കൂമ്പ് അതുപോലെ തന്നെ നല്ല വില കിട്ടും. പക്ഷേ എന്നിരുന്നാലും അതൊന്നും ഞാൻ ഒരു പൈസ ആരോടും വാങ്ങാത്ത എല്ലാം നാട്ടിലെ ആളുകൾക്ക് വെറുതെ കൊടുക്കുന്നത്. അവർ കൊണ്ടുപോയിട്ട് തിന്നോട്ടെ വിചാരിച്ച് അവർ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി, ഇതിൻ്റെ അകത്തൊക്കെ ഈ വാഴേൻ്റെ ഇടയ്ക്ക് തന്നെ പച്ചക്കറി, വാഴ നട്ടവാടനെന്ന് പറഞ്ഞാൽ 3 മാസം പച്ചക്കറി നടത്തലുണ്ട്. ആ പച്ചക്കറിയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ചീര, കഴിഞ്ഞ കൊല്ലം തന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം 11,000 ഉറുപ്പ്യൻ്റെ ചീര മാത്രം ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നൊരു വിത്തുണ്ടായിരുന്നു. ആ വിത്ത് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞാൽ ചീര മാത്രം ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അതും ഈ പറയുന്ന രീതിയിൽ തന്നെ എനിക്ക് കോഴി ഫാമുള്ളത് കൊണ്ട് കോഴീനെ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ചീരയും പൊരിച്ചിട്ട് ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം, കാരണം അതിനൊക്കെ പ്രോത്സാഹനം തന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അഗ്രികൾച്ചർ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ നല്ല കുറേ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ പ്രോത്സാഹനം പ്രേരണയാണ് എനിക്ക് ഈ കൃഷിയോട് പിന്നെ ഇത്രയധികം താല്പര്യം ഉണ്ടാകാൻ കാരണം. വിശാലമായ വാഴകൃഷിത്തോട്ടം മറ്റൊരു വരുമാനമാണ്. റോബസ്റ്റ, നേന്ത്രവാഴ കൃഷി എന്നിവയ്ക്കായി ടിഷ്യൂ കൾച്ചർ തൈകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. പലയിനം വാഴ, തെങ്ങ്, ചേന, ചേമ്പ്, വഴുതിന, സപ്പോട്ട, കൊടംപുളി, കുരുമുളക്, നാരകം എന്നിങ്ങനെ ഇവയെല്ലാം ചേർന്ന് ഒരു വനത്തിന്റെ പ്രതീതി നൽകുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ട്രെയിനിങ് പദ്ധതികളിലും ശ്രീ നാണുവിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. പുള്ളിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ട്രെയിനിങ് പരിപാടികളിലും പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും നാണുവിന്
നൽകിയിട്ടുണ്ട്. കേരശ്രീ ക്ലസ്റ്റർ, നമ്മുടെ തെങ്ങ് കൃഷി വികസന പദ്ധതിയിലെ കേരശ്രീ ക്ലസ്റ്റർ, ആത്മാ ലീഡ്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതികളിലെല്ലാം തന്നെ ലീഡ് ഫാമറായിട്ട് ശ്രീ നാണുവിനെയാണ് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല പ്രദർശന തോട്ടത്തിനുള്ള അവാർഡ്, ആത്മാ പദ്ധതി പ്രകാരം ഏറ്റവും നല്ല പ്രദർശന തോട്ടത്തിനുള്ള അവാർഡ് ശ്രീ നാണുവിനാണ് നൽകിയത്. പശുക്കളെയും ആടിനെയും തോട്ടത്തിൽ മേയാൻ വിടുന്നതുകൊണ്ട് ഇവയുടെ ചാണകവും കാഷ്ടവും സ്വാഭാവികമായി വീണ് മണ്ണിലെ വളക്കൂറ് കൂടുന്നു. കൂടാതെ പ്രധാന വളം ഫാമിൽ നിന്ന് കിട്ടുന്ന കോഴിക്കാഷ്ടമാണ്. പറമ്പിലെ എല്ലാ ജൈവവസ്തുക്കളും മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റി ഉപയോഗിക്കുന്ന നാണു കേളോത്തിന്റെ മറ്റൊരു ആദായ കൃഷിയാണ് മത്സ്യകൃഷി. ഫിഷറീസ് വകുപ്പിൽ നിന്നും വാങ്ങിയ രോഹു, കട്ല, നട്ടർ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് വളർത്താറുള്ളത്. തീറ്റയ്ക്ക് പ്രത്യേക മുതൽ മുടക്കില്ല എന്നതു തന്നെയാണ് ഇവയെ വളർത്താൻ പ്രേരണയായി മാറിയത്. ഇപ്പോൾ ഈ മത്സ്യം രോഹുവാണ്. രോഹു എന്ന് പറഞ്ഞാൽ ഏകദേശം 8 മാസം കൊണ്ട് ഒരു 800-900 ഗ്രാം വെയിറ്റ് വരും. അപ്പോൾ ഇത് ഫിഷറീസ് വകുപ്പിൽ നിന്ന് എനിക്ക് തന്നതാണ്, 70 കുഞ്ഞുങ്ങളെ തന്നതാണ്. അപ്പോൾ അത് പിന്നെ ഈ കുളത്തിലിട്ട്, ഈ കുളത്തിൻ്റെ 5 മീറ്റർ നീട്ട്, 2.5 മീറ്റർ വീതി, 2.5 മീറ്റർ ആഴം, ഇതിൽ പ്ലാസ്റ്റിക് കവറ് ടാങ്ക് ഇട്ടിട്ട് ആ ടാങ്കിൻ്റെ അകത്താണ് ഈ മത്സ്യത്തെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 9-10 മാസമെത്തുമ്പോൾ ഇത് പിടിക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു മത്സ്യം. ഞാൻ ഈ കുളത്തിൽ വളർത്തുന്നത്, ഈ ടാങ്കിൽ വളർത്തുന്നത് കട്ല, രോഹു, മൃഗാൽ, നട്ടർ. ഏറ്റവും നല്ല മത്സ്യം, ടേസ്റ്റുള്ള മത്സ്യം നട്ടറാണ്. നട്ടർ മത്സ്യമാണ് ഏറ്റവും നല്ല മത്സ്യം. അപ്പോൾ അതിനാണ് മാർക്കറ്റും കൂടുതൽ. കാരണം ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 450 റുപ്യ ഒരു കിലോ. പിന്നെ ഇതിന് ഇന്ന് നിലവിൽ മാർക്കറ്റുണ്ട്. കൃഷി വകുപ്പിന്റെ സഹായത്തോടെ പൂർത്തീകരിച്ച ബയോഗ്യാസ് പ്ലാന്റിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇപ്പോൾ വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് പ്രവർത്തിക്കുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചാണ്. കഠിനാധ്വാനത്തിന്റെ നീണ്ട 35 വർഷങ്ങളിൽ ജീവിതം പഠിപ്പിച്ചത് പലതായിരുന്നു. കഷ്ടപ്പാടിന്റെ കണ്ണീർ തിളക്കവും അധ്വാനത്തിന്റെ വിജയവും. പാടുപെട്ടാൽ പലതും നേടാനുണ്ടെന്ന തിരിച്ചറിവിലാണ് ഈ മാതൃകാ കർഷകൻ. നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ വിപണനം വരെയുള്ള ഓരോ ഘട്ടവും വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. അധ്വാനത്തിലൂടെയാണ് ഭൂമി വാങ്ങിയതും വീട് വച്ചതുമെല്ലാം. സ്വന്തമായുള്ള 2 ഏക്കർ സ്ഥലത്തെ മുഴുവൻ കൃഷിപ്പണിയും ചെയ്യുന്നത് നാണു തന്നെയാണ്. 65 വയസ്സിലെത്തിയ ശ്രീ കേളോത്തു നാണു ഇന്നും ഈ കാർഷിക വൃത്തിയിൽ വളരെയധികം സന്തുഷ്ടനാണ്. അദ്ദേഹത്തിന് ഈ മേഖല വിട്ട് മറ്റൊരു ചിന്തയും ഇല്ലതാനും. തനിക്ക് മാന്യമായ ഒരു ജീവിതം നൽകിയ ഈ മേഖലയിൽ അദ്ദേഹത്തിന് വിശ്വാസവുമാണ്. ഈ രംഗത്തേക്ക് കടന്നു വരുന്ന പുത്തൻ തലമുറയിലെ ആളുകൾക്ക് തീർച്ചയായും ശ്രീ കേളോത്തു നാണു അനുകരണീയമായ ഒരു മാതൃക തന്നെയാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടിഷ്യൂ കൾച്ചർ മേഖലയിൽ ധനസഹായം. റബ്ബർ പാലധിഷ്ഠിത വ്യവസായങ്ങളിൽ പരിശീലനം. മണ്ണ് ജലസംരക്ഷണ പദ്ധതികൾ 100ഓളം വ്യക്തിഗത ആനുകൂല്യങ്ങൾ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ടിഷ്യൂ കൾച്ചർ, വാഴകൃഷി, ലാബ് നിർമ്മാണം, നവീകരണം എന്നിവയ്ക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകുന്നു.
നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിന് പൊതുമേഖലയ്ക്ക് 15 ലക്ഷം രൂപ അനുവദിക്കും. സ്വകാര്യ മേഖലയ്ക്ക് ചെലവിൻ്റെ 5%, പരമാവധി 7.5 ലക്ഷം രൂപ അനുവദിക്കും. പുതിയ ടിഷ്യൂ കൾച്ചർ ലാബുകൾ നിർമ്മിക്കുന്നതിന് പൊതുമേഖലയ്ക്ക് 100 ലക്ഷം രൂപയും സ്വകാര്യ മേഖലയ്ക്ക് 50 ലക്ഷം രൂപ വരെയും നൽകും. ടിഷ്യൂ കൾച്ചർ വാഴകൃഷിക്ക് ചെലവിൻ്റെ 50% ലഭിക്കും. ഹെക്ടറിന് 41,000-ഓളം നടീൽ വസ്തുക്കൾ വാങ്ങുന്നതിന് സംയോജിത കീടരോഗ നിയന്ത്രണം, വളപ്രയോഗം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനിലും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഇനി പറയുന്ന നമ്പറിലും ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 23 38 507. മൃഗസംരക്ഷണ വകുപ്പിന്റെ മലമ്പുഴ പരിശീലന കേന്ദ്രത്തിൽ ഒക്ടോബർ 24 മുതൽ 26 വരെ പശു വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 281 5454. നെല്ലിൽ ചാഴിക്കെതിരെയും പച്ചക്കറികൾക്ക് ടോണിക്കായും ഉപയോഗിക്കുന്ന മത്തി ശർക്കര മിശ്രിതം ഇനി മുതൽ മലപ്പുറം തവന്നൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. മിശ്രിതം 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നെൽപ്പാടത്ത് പ്രയോഗിക്കാം. കതിര് വരുമ്പോൾ കളകളെ അകറ്റാൻ റിബൺ, കായീച്ച ഫെറോമോൺ കെണി, സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, പച്ചക്കറി വിത്തുകൾ, മുയൽ കുഞ്ഞുങ്ങൾ എന്നിവയും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0494 268 6329. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ റബ്ബർ പാലധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങാൻ പ്രായോഗിക പരിശീലനം നൽകുന്നു. മഞ്ചേരി പയ്യനാട്ടുള്ള കോമൺ ഫെസിലിറ്റി സർവീസ് സെന്ററിലാണ് പരിശീലനം. നവംബർ 5 മുതൽ 7 വരെ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ, കോമൺ ഫെസിലിറ്റി സർവീസ് സെന്റർ, പയ്യനാട് PO, മഞ്ചേരി, മലപ്പുറം 676122 എന്ന മേൽവിലാസത്തിലോ 0491 281 5454 എന്ന ഫോൺ നമ്പറിലോ വിളിക്കുക. ക്ഷീരവികസന വകുപ്പ് MSCP പദ്ധതി പ്രകാരം പശു, കിടാരികൾ, കറവയന്ത്രം, കാലിത്തൊഴുത്ത് നിർമ്മാണം എന്നിവയ്ക്ക് ധനസഹായം നൽകുന്നു. വയനാട് ജില്ലയിൽ ഈ പദ്ധതിയിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 25 മുൻപായി ക്ഷീരസംഘത്തിലോ ക്ഷീരവികസന ഓഫീസുകളിലോ അപേക്ഷ നൽകണം. വിശദ വിവരങ്ങൾക്ക് കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി ക്ഷീരവികസന ഓഫീസുകളുമായി ബന്ധപ്പെടുക. മണ്ണുത്തി ഫീഡ് മില്ലിൽ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള മേന്മയേറിയ തീറ്റ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. മുട്ടക്കോഴി ഫാമുകൾക്കും എഗ്ഗർ നഴ്സറികൾക്കും മിതമായ വിലയ്ക്ക് കോഴിത്തീറ്റ ലഭിക്കും. തീറ്റ ആവശ്യമുള്ള കർഷകർ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ഫോൺ നമ്പർ 0487 237 0117. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487 237 0117. കേന്ദ്ര ഗവൺമെന്റിന്റെ RIDF പദ്ധതി പ്രകാരം 100ഓളം വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതി കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണ് ജലസംരക്ഷണത്തിനായി കൃഷിഭൂമിയിൽ കാർഷിക വൃത്തികൾ ചെയ്ത് കർഷകർക്ക് ഈ പദ്ധതിയിൽ 15,000 രൂപ മുതൽ 25,000 രൂപ വരെ ധനസഹായം ലഭിക്കും. താൽപ്പര്യമുള്ളവർ വയനാട് സോയിൽ കൺസർവേഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. വയനാട് കൽപ്പറ്റ MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റും ഒക്ടോബർ 18, 19 തീയതികളിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. യുവജനങ്ങൾക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447 54 5550. മറ്റൊരു നമ്പർ 0493 62 04 477. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 16,400 രൂപ, റബ്ബർ RSS 5 കിൻഡലിന് 15,800 രൂപ, വെളിച്ചെണ്ണ 9,350 രൂപ, കുരുമുളക് 42,200 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 8,000 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 9,500 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ
ഗാർബിൾഡ് കുരുമുളക് 44,200 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് 42,200 രൂപ. വയനാടൻ കുരുമുളക് 42,700 രൂപ. കൊപ്പറ വിപണി. തളിപ്പറമ്പിൽ 6,400 രൂപ. കാസർഗോഡ് 6,500 രൂപ. വെളിച്ചെണ്ണ കണ്ണൂരിൽ 10,267 രൂപ. കോട്ടയത്ത് 9,850 രൂപ. ആലപ്പുഴയിൽ 9,400 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളുടെ താപനില. കണ്ണൂരിൽ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.1, 24.1. കൊച്ചി 31.2, 21.6. ആലപ്പുഴ 31.1, 23.5. പുനലൂർ 33.2, 22.5. തിരുവനന്തപുരം കൂടിയ താപനില 34.5, കുറഞ്ഞ താപനില 23.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.